എന്തായാലും ഡൽഹിയിലേക്ക് തന്നെ പോകാം. അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഡി ധനസുമോദ് ഉണ്ട്. സുമോദ്, ഏറ്റവും പ്രധാനം ഇതിപ്പോൾ മുതിർന്ന നേതാക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരുമായി ഒരു അന്തിമ ചർച്ചകൾക്ക് കൂടി ഹൈക്കമാൻഡ് തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലുള്ള സാധാരണ ആളുകൾക്കൊക്കെ തോന്നുന്ന സംശയം, ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ടോ? അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് എല്ലാവരുടെയും അഭിപ്രായം തേടി എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണോ, അതോ ഹൈക്കമാൻഡ് നമ്മളെപ്പോലെ തന്നെ ആശയക്കുഴപ്പത്തിലാണോ? ഹൈക്കമാൻഡ് ആശയക്കുഴപ്പത്തിലല്ല. ഹൈക്കമാൻഡിന്റെ ആദ്യത്തെ വോട്ട്, അത് അവരുടെ ആദ്യത്തെ ടേക്ക് KC വേണുഗോപാലിന്റെ ഒപ്പം തന്നെയാണ്. അവർ ആദ്യം പരിഗണിച്ചത് എത്ര MLA-മാർ പിന്തുണച്ചു എന്നുള്ളതാണ്. ആ തരത്തിലുള്ള ഒരു മാറ്റം വരുത്തേണ്ട ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ സംജാതമായത് ഇത്തരത്തിലുള്ള VD അനുകൂല പ്രകടനത്തിൻ്റെ ഒരു പേരിലായിരുന്നു. അവർ അതനുസരിച്ച് തന്നെയാണ് ഒരു രഹസ്യമായിട്ടുള്ള ഒരു ഏജൻസിയെ ഉപയോഗിച്ച് അതിൻ്റെ പൾസ് അറിയാൻ വേണ്ടിയുള്ള ഒരു പഠനമെല്ലാം നടത്തിയത്. അതിനുശേഷമാണ് മുതിർന്ന നേതാക്കന്മാർ കൂടി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയട്ടെ, അവരുടെ കൂടി ഒരു അഭിപ്രായം എടുത്ത് ഇത്തരത്തിലേക്കുള്ള അന്തിമ തീരുമാനത്തിലേക്ക് പോകാം എന്നുള്ള ഒരു നിർദ്ദേശം അങ്ങനെ സ്വാഭാവികമായി അത് പരിഗണിക്കുകയായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, KC വേണുഗോപാലിന്റെ ഒപ്പം തന്നെയാണ് ഈ ഹൈക്കമാൻഡ് നിൽക്കുന്നത്. പക്ഷേ അതൊരു ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, ഈ ഡൽഹി സംഘത്തിൽ എത്തുന്നവരെ നമ്മളൊന്ന് പരിഗണിച്ചാൽ ഈ എത്തുന്ന 9 പേരിൽ 5 പേരും KC അനുകൂലികളാണ്. അതിൽ VD സതീശന്റെ അനുകൂല നിലപാടെടുക്കുന്ന 2 പേർ ഡൽഹിയിലേക്ക് വരാൻ തന്നെ ഇടയില്ല. അവർ വരില്ല എന്നുള്ള കാര്യം തന്നെ അറിയിച്ചിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനും MM ഹസനുമാണ് വരില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിലും വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരും KC അനുകൂലികളാണ്. ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഇത് 3 പേരും അവർ സൈലൻ്റായി നിൽക്കുന്നത് മാത്രമാണുള്ളത്. അത് പക്ഷേ അവരുടെ ഒരു നിലപാടുകൾ എന്നും KC വേണുഗോപാലിന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വരുന്നവരുടെ അഭിപ്രായം കൂടി എടുത്തു കഴിയുമ്പോൾ കേരളത്തെ KC നയിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് ഇവരിൽ ഭൂരിപക്ഷം പേരും എടുത്തു കഴിഞ്ഞാൽ അത് KC എന്ന രീതിയിലേക്ക് തന്നെ എത്തിച്ചേരും. അതോടുകൂടി തന്നെ ഈ അനുകൂല പ്രകടനങ്ങളും കാര്യങ്ങളും എല്ലാം മറികടക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് KC ക്യാമ്പിനുള്ളത്. അവർ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ, KCയിലേക്ക് എത്തുകയാണെങ്കിൽ പിന്നീട് മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും? VD സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ മറ്റേതെങ്കിലും തരത്തിലൊരു ടേം ഫോർമുല അങ്ങനെയെങ്കിലും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ടോ? അതോ മുഴുവൻ 5 വർഷവും KC തന്നെ മുഖ്യമന്ത്രിയായി ഭരിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങളാണ്? ഒപ്പം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളെ പറ്റിയുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തമായി തന്നെ ഒരു ധാരണയിൽ എത്തിക്കൊണ്ട് തന്നെയായിരിക്കുമോ ഈ തീരുമാനം? ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള പൊല്ലാപ്പുകളിൽ വ്യക്തമായ ധാരണ KC പക്ഷത്തിനുണ്ട്. കാരണം ആദ്യം ഒരു MLA രാജിവെക്കുന്നു, അതിനുശേഷം KC മുഖ്യമന്ത്രിയായി എത്തുന്നു. അതിനുശേഷം പിന്നീട് 2 ഉപതെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്താതിരിക്കാനുള്ള ഒരു രീതിയാണ് അവിടെ ചെയ്യുന്നത്. കാരണം അദ്ദേഹം MP ആയിരിക്കുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാം എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് KC പക്ഷമുള്ളത്. ഈ കാര്യങ്ങളെല്ലാം അന്തിമമായ തീരുമാനം എടുക്കണമെങ്കിൽ ഇന്നത്തെ ക്യാമ്പിൽ, ഇന്നത്തെ ഈ ഡൽഹിയിലെത്തുന്നവർ പൂർണ്ണമായി ഇക്കാര്യത്തിൽ അനുകൂലമായാൽ മാത്രം, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേർ ഇതിനകത്ത് അനുകൂലമായാൽ മാത്രമായിരിക്കും ആ തരത്തിലേക്ക് എത്തുന്നത്. ഇനി രണ്ടാമത് ഇത്തരത്തിലുള്ള ഒരു VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അവർക്ക് എന്ത് പാക്കേജ് കൊടുക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ മന്ത്രിയാകാൻ തനിക്ക് താല്പര്യക്കുറവില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം VD സതീശൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന ഒരു കടുത്ത നിലപാടാണ് സ്വീകരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ കീഴ്മേലും അറിയും, വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്യും. ശരി, ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.